ഒരു ദിവസം റെസ്റ്റ് എടുത്തിരിക്കാമെന്ന് വെച്ചാൽ നടക്കൂല കേട്ടോ. എന്നും എന്തെങ്കിലുമൊക്കെ പണിയാണ്. ഇന്നിപ്പോൾ വലയെടുപ്പും ബഹളമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ നടന്നില്ല കേട്ടോ. പകുതി വലയെടുപ്പേ നടന്നുള്ളൂ, ബാക്കി പകുതി വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ അടിച്ച് വരലൊന്നുമില്ല, അതെല്ലാം നമ്മുടെ ഡോബി തന്നെയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തു തരും കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ, പുള്ളിക്കാരന് ഈ ഡോറിൻ്റെ ബാക്കിലും ഇതിൻ്റെ ഇടയ്ക്കൊന്നും കയറി ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എങ്കിലും മാക്സിമം വൃത്തിക്ക് എല്ലായിടവും കൈയും കാലും എത്തുന്നിടം ക്ലീൻ ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ചോദിക്കും ഡോബി ആരാന്ന്. ഡോബി നമ്മുടെ റോബോട്ടാണ് കേട്ടോ. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞത് കേട്ടോ. നമ്മുടെ സ്ഥിരം വ്ളോഗൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ അതേ കേരളത്തിൻ്റെ അവസ്ഥ ഇതാണ്. വൈകുന്നേരം ആകുമ്പോൾ മഴയാണ് കേട്ടോ. എനിക്ക് മഴയൊക്കെ ഇഷ്ടമാണ്, ഞാൻ ഇങ്ങനെ കണ്ട് ആസ്വദിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് പിന്നെ നമ്മുടെ ഈ വീടിരിക്കുന്ന സ്ഥലത്ത് അധികം വെള്ളവും മറ്റും കയറാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ ആലപ്പുഴ അങ്ങോട്ടൊക്കെ എല്ലായിടത്തും വെള്ളമൊക്കെ കയറുന്നവർക്ക് മഴയെന്ന് കേൾക്കുമ്പോഴേ പേടിയായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ മഴയെ ആസ്വദിക്കുന്ന ഒരാളാണ്. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മൾ എറണാകുളം പോയിട്ട് വന്നപ്പോൾ ഹരിപ്പാടുന്ന് നമ്മുടെ വീട് വരെയും മഴയായിരുന്നു കേട്ടോ. മഴ മഴ മഴ, റോഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇടിയും മഴയൊക്കെ ആയിട്ടുണ്ട്. രാവിലെ ആണെങ്കിൽ ഒടുക്കത്തെ വെയിലുമാണ് കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോണ വെയിലാണേ. ഇനി എന്താണ് പരിപാടി? വേദയും കൊണ്ട് ട്യൂഷന് പോകാൻ നിൽക്കുകയാണ്. മഴയായാലും വെയിലായാലും ട്യൂഷന് പോവുക, ഡാൻസ് ക്ലാസ്സിന് പോവുക, ഇതിനൊന്നും ഒരു മുടക്കവും വരുത്തിക്കില്ല കേട്ടോ. ട്യൂഷൻ എന്തായാലും പോയാൽ പറ്റും. പിന്നെ ഡാൻസ് ക്ലാസ്സൊക്കെ വേണമെങ്കിലും ആകുമ്പോൾ നമുക്ക് മുടക്കം വരുത്താം. ഞാനങ്ങനെ മുടക്കം വരുത്തില്ല. അഥവാ മുടക്കം വരുത്തിയാൽ പിന്നെ വേദയ്ക്ക് പോകാൻ വലിയ മടിയാട്ടോ. ഇന്നിപ്പോൾ പോയില്ല. ആൾക്ക് സ്കൂളിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 3 മണിയായി. പിന്നെ അവിടെ ഡാൻസ് ക്ലാസ് എത്തുമ്പോൾ 3:30 മണിയാവും. അവിടെ പിന്നെ 1 മണിക്കൂറത്തെ ക്ലാസ് പ്രാക്ടീസ് കൂടെ കഴിയുമ്പോൾ വിടും. 4:00 ആകുമ്പോൾ സാറ് വിടും. പിന്നെ അത്രയും ദൂരം പോകണ്ട, വെറുതെ വേസ്റ്റായിട്ട് പോകുന്നു എന്ന് കരുതി പിന്നെ പോയില്ല കേട്ടോ. വേദ എന്തായി കാണിക്കുന്നേ? നമ്മളിതേ കുറച്ച് കവറൊക്കെ വാങ്ങാൻ ഒരു കടയിൽ വന്നു. പിന്നെ കുറച്ച് കുപ്പിവിള വാങ്ങാൻ വന്നു. എനിക്ക് കുപ്പിവിളയിട്ട് നടക്കാനൊരു കൊതി കേട്ടോ. അങ്ങനെ നേരെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചേച്ചി ഇങ്ങനെ കുപ്പിവിള കടയുണ്ട് കേട്ടോ. എന്തെല്ലാം വെറൈറ്റി, എന്തെല്ലാം ഭംഗിയിൽ ഇരിക്കുന്ന കുപ്പിവിള എന്ന് നോക്കി. നമുക്ക് എത്ര വളയിടാത്തവർക്കും അതുവഴി പോകുമ്പോൾ കണ്ണും കൊണ്ട് പോകും കേട്ടോ. ഞാനങ്ങനെ വളയിടാത്തവരാണ്. ഇന്നിപ്പോൾ എനിക്കെന്തോ കുപ്പിവള ഇടാനൊരു കൊതി വന്നു. അങ്ങനെയാണ് നേരെ ചേച്ചിയുടെ അടുത്ത് വന്ന് കുറച്ച് കുപ്പിവളയെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ച് വേദയെ വിളിക്കാനായിട്ട് സമയമായില്ല. അങ്ങനെ വന്ന് വെയിറ്റ് ചെയ്ത് വേദയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. എന്നിട്ട് നേരെ നമ്മൾ നെട്ടയം പോയി.